സാധാരണയായിട്ട് രാവിലെ ഷേവ് ചെയ്ത് പോകുന്ന കാര്യം ആണുങ്ങളുടെ ഒരു ശീലമാണ്. മിക്കവാറും ദിവസവും ഷേവ് ചെയ്യുന്നവരാണ് കൂടുതലും. അങ്ങനെ പെട്ടെന്ന് പോകാൻ ശ്രമിക്കുമ്പോൾ ഈ ഷേവ് ചെയ്യുന്ന കാര്യത്തിൽ ഏതെങ്കിലും രീതിയിൽ തടസ്സം വന്നാൽ അത് യാത്രയ്ക്ക് ഇറങ്ങാനായിട്ട് വൈകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, നമ്മൾ ഷേവ് ചെയ്യുമ്പോഴേക്കും ഈ ഷേവ് ചെയ്യുന്ന ഹാൻഡിലും കാർട്രിഡ്ജും വേറെ രീതിയിലുള്ള, അതായത് റീപ്ലേസ് ചെയ്യാവുന്ന രീതിയിൽ, പിന്നെയും ഹാൻഡിൽ വേറെ യൂസ് ചെയ്യാം, കാർട്രിഡ്ജ് വേറെ സെലക്ട് ചെയ്യാം. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ളതാണ് ഇപ്പം കൂടുതലായിട്ടുള്ളത്. അപ്പോഴേക്കും ഇതൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കടയിലൊക്കെ ചെല്ലുമ്പോഴേക്കും നമ്മൾ വാങ്ങിയ ആ ഹാൻഡിലിന് സ്യൂട്ടാകുന്ന രീതിയിലുള്ള കാർട്രിഡ്ജ് ആണോ എന്നുള്ളത് നമുക്ക് ആശയക്കുഴപ്പം വന്നിട്ട് തെറ്റായിട്ട് നമ്മൾ സെലക്ട് ചെയ്തെടുത്തുകൊണ്ട് വരും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഹാൻഡിലിൽ ഇതിൻ്റെ പേര് എഴുതാറില്ല, കമ്പനിയുടെ പേര് മാത്രമേ എഴുതാറുള്ളൂ. ഇതുപോലെ യന്ത്രപ്പല്ല് പോലെ, JCB പോലെ പലതരമുണ്ട്. പക്ഷേ നമ്മൾ ഈ കാർട്രിഡ്ജ് അതിൽ ഓരോ പേര് കൊടുക്കും, അത് ഇതിൻ്റെ തന്നെയാണോ എന്നുള്ളത് നമ്മൾ ഓർക്കാറില്ല. പ്ലാസ്റ്റിക്കിൻ്റെ ഇത്തരമാണെങ്കിൽ ആ പ്രശ്നം വരുന്നില്ല. പക്ഷേ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തീരെ മൂർച്ച കുറവായിരിക്കും. ഓരോ തവണ അത്രയും പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റാണ് നമ്മൾ കൂട്ടുക. കാരണം ഓരോ പ്ലാസ്റ്റിക്കും ഒന്നോ രണ്ടോ ഷേവ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ദൂരെ കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പരിസ്ഥിതി സൗഹാർദ്ദമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ കമ്പനിക്കാർ ചെയ്യേണ്ട ഒരു അത്യാവശ്യ കാര്യം, ആ റേസറിൻ്റെ ഹാൻഡിലിൽ തന്നെ അതിൻ്റെ ടൈപ്പ് ഏതാണെന്നുള്ളത് വ്യക്തമായിട്ട് എഴുതുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് അത് നോക്കിക്കൊണ്ട് പോയി ആ കാർട്രിഡ്ജ് അതിന് സ്യൂട്ടായിട്ടുള്ള, കൃത്യമായിട്ട് അതിന് ഫിറ്റാകുന്ന രീതിയിലായിട്ടുള്ള നമുക്ക് മേടിക്കാൻ പറ്റും. പിന്നെ മാത്രമല്ല, ചില കാർട്രിഡ്ജ് ആണെങ്കിലും ഇപ്പോൾ ഇറങ്ങുന്നത് ഒരു കോടാലി കൊണ്ട് വെട്ടിപ്പൊളിക്കേണ്ട അത്രയും ബുദ്ധിമുട്ടാണ് അതിൽ നിന്ന് എടുക്കാൻ പോലും. അപ്പോൾ ഇതൊക്കെ കുറച്ച് സൗകര്യമായിട്ട് ഇറക്കുകയാണെങ്കിൽ എന്നും രാവിലെ കൃത്യമായിട്ട് സമയത്ത് ജോലിക്ക് പോകാനാണ് നിങ്ങൾക്ക് പറ്റും. ഓക്കെ.